ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LGS മോഡലിൽ ഇനി ഒരു എക്സാം എന്നാണ്, അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു LGS എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം കുറേ പേർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി, അതിലധികം പേർക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കുറച്ചധികം പേര് നന്നായി പെർഫോം ചെയ്തെന്ന് വിചാരിക്കുന്നു, എന്നാൽ റാങ്ക് ലിസ്റ്റ് എങ്ങനെ വരും എന്നുള്ള ഉത്കണ്ഠയിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ്. LGS നിലവാരത്തിലൊരു എക്സാമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എങ്കിൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒരു എക്സാമാണ് കമ്പനി ബോർഡ് LGS. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSനെ കുറിച്ചിട്ടാണ്. കമ്പനി ബോർഡ് LGSൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡിഗ്രി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാമുകൾ. അതുകൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിനും ഡിഗ്രിക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനൊരിത് ഇതുവരെ വേരിയസ് LGSന് വന്നതുപോലെ ഇതുവരെ മാറ്റം കമ്പനി ബോർഡ് LGSൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡിഗ്രിക്കാരെ ഇതിൽ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. അതിലൊരു എക്സെപ്ഷൻ എന്നുള്ളത് സ്ത്രീകൾക്കും DA ഉള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അതിൽ എക്സെപ്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. നമ്മളിപ്പോൾ എഴുതിയ LGS, LDS, LDC എന്നൊക്കെ പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാം ആയിരുന്നു. കാരണം ഓരോ ഡിസ്ട്രിക്റ്റ് വൈസാണ് കട്ട് ഓഫ് വരുന്നത്. നിയമനം നടക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസാണ്. പക്ഷേ കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ച് അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.67 ഇത്രയും കട്ട് ഓഫ് കൂടാനുള്ള കാരണം ഒരൊറ്റ റാങ്ക് ലിസ്റ്റാണ് കേരളം മൊത്തത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഉൾക്കൊള്ളിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. 3712 പേരാണ് ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ജനുവരി 12 കൃത്യം ഒരു വർഷമാവുന്നു. ഇന്ന് 2025 ജനുവരി 3 ആയതേ ഉള്ളൂ. ഇതുവരെ 1944 അഡ്വൈസാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും പോയിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെങ്കിൽ പോലും എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടാൽ എല്ലാവർക്കും 100% ജോലി സാധ്യതയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. കാരണം ഒരു വർഷത്തിനുള്ളിൽ തന്നെ 2000 അഡ്വൈസുകളാണ് പോയത്. ഇനിയും 2 വർഷം കാലാവധി ഉള്ളപ്പോൾ ഇനി 1700ഓളം പേരാണ് മെയിൻ ലിസ്റ്റ് ബാക്കിയുള്ളത്. അവരെന്തായാലും ഉറപ്പായിട്ടും പോകും. കാരണം ഒരുപാട് NJDകൾ വരും, ഡിഗ്രിക്കാരും കൂടെ ഉൾപ്പെടുന്നതാണ്. അവർ പല റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടും. LDC, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, അങ്ങനെ പല കമ്പനി ബോർഡ്, അതേപോലെ പല റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. ഒരുപാട് NJDകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള എല്ലാവർക്കും അഡ്വൈസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ഈ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത. ഉൾപ്പെട്ടാൽ ജോലി ഉറപ്പാണ്. അതുകൊണ്ട് ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് കരുതി ഇരിക്കരുത്. കാരണം ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനിയുള്ള 2 വർഷത്തിനുള്ളിൽ എക്സാം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠനം തുടങ്ങുക. LGSൽ ഇപ്പോൾ ഒരു 40-50 മാർക്ക് സ്കോർ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ അത്രയും കുറവ് സ്കോർ ചെയ്തു എന്ന് കരുതി വിഷമിക്കരുത്. നിങ്ങൾ അന്നേരം ലേണിംഗ് സ്റ്റേജിൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഒരു മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്, നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് മാർക്ക് പോകുന്നത്, എവിടെയൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നീ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു LDC, LGS എക്സാം കൊണ്ട് മനസ്സിലായി കാണും. അത് മറികടന്ന് അടുത്ത കമ്പനി ബോർഡ് LGSന് കൃത്യമായി ചിട്ടയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും. കാരണം LGSൻ്റെ ടോപ്പിക്ക് തന്നെയാണ് ഇതിലുള്ളത്. മലയാളമില്ല, ഇംഗ്ലീഷില്ല, ഗ്രാമറില്ല. നമ്മൾ GK ഇമ്പ്രൂവ് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുക. മാത്സ് മെൻ്റൽ എബിലിറ്റിയും 20 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലികം 20, സയൻസ് 10, പൊതുജനാരോഗ്യം 10, കണക്ക് 20. റെപ്പറ്റീഷനും അതേപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ റാങ്ക് ലിസ്റ്റിലൂടെ ഇടം പിടിക്കാൻ സാധിക്കുന്നതാണ്. അതിനായി കമ്പനി ബോർഡ് LGS ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഇടുന്നതായിരിക്കും. ദിവസം ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും വീതം വർക്കൗട്ട് വീതം ചെയ്തു പോകുന്നതാണ്. അതേപോലെ തന്നെ ക്വിസ് ഇടുന്നതായിരിക്കും. കൺഫ്യൂസിങ് ആയിട്ടും എപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ക്വിസായിട്ട് ഇടുന്നതാണ്. കമ്പനി ബോർഡ് LGS നിങ്ങളുടേതാണ് എന്ന് കരുതി ആ റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി പഠനം വീണ്ടും തുടരുക. അപ്പം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. നന്ദി.